ഗാസയിലെ സന്നദ്ധ പ്രവർത്തകരുടെ വാഹന വ്യൂഹത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ വീഴ്ച സമ്മതിച്ച ഇസ്രായേൽ ആക്രമണം നടത്തിയത് പ്രകോപനമില്ലാതെ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സൈന്യത്തിന്റെ കുറ്റസമ്മതം. റഫേലിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിലാണ് IDFന്റെ വാദങ്ങൾ പൊളിച്ച വീഡിയോ കണ്ടെത്തിയത്. മാർച്ച് 23-നാണ് റെഡ് ക്രസന്റിന്റെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹത്തിനു നേർക്ക് റഫേൽ വെടിവയ്പുണ്ടായത്. ആക്രമണത്തിൽ ഒരു UN ജീവനക്കാരനുൾപ്പെടെ 15 സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇവരുടെ മൃതദേഹങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം റഫേലിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. തെക്കൻ റഫ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ 14 മൃതദേഹത്തിൽ 8 മൃതദേഹം പലസ്തീൻ റെഡ് ക്രസന്റ് അംഗങ്ങളുടേതും 5 മൃതദേഹം ഗാസ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടേതും മറ്റൊന്ന് UN ഏജൻസി ജീവനക്കാരന്റേതുമാണെന്ന് തിരിച്ചറിഞ്ഞു. ഹെഡ്ലൈറ്റുകളോ സൈറണോ ഇല്ലാതെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട വാഹനത്തെ ആക്രമിച്ചുവെന്നായിരുന്നു IDF വിശദീകരിച്ചത്. എന്നാൽ പുറത്തുവന്ന 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് തെളിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. ഇതോടെയാണ് IDFന്റെ കുറ്റസമ്മതം വന്നത്. അപ്പോഴും വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നാണ് IDF ആരോപിക്കുന്നത്. ഹമാസിന്റെ വാഹനത്തിന് സമീപം വാഹനവ്യൂഹം നിർത്തിയിട്ടെന്നാണ് ബന്ധത്തിന് തെളിവായി IDF ഉയർത്തിക്കാട്ടുന്നത്. മൃതദേഹം വന്യജീവികൾ ഭക്ഷിക്കാതിരിക്കാനാണ് കൂട്ടക്കുഴിമാടം ഒരുക്കി കുഴിച്ചിട്ടതെന്നും IDF വിശദീകരിച്ചു. എന്നാൽ പുതിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് റെഡ് ക്രസന്റും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ആവശ്യപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.